ഉമ്മ അരീക്കോട് സ്റ്റേഷനിൽ വന്നുകൊണ്ടൊരു പരാതി എഴുതി കൊടുത്തു. എന്റെ കുട്ടിയെ കൊന്നതാണ് സർ, നിയമ നടപടി സ്വീകരിക്കണമെന്ന്. ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം അങ്ങോട്ട് വന്നിട്ടില്ല. കേരള ഗവൺമെന്റ് പറഞ്ഞു സ്പെഷ്യൽ DPIയെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തും. എന്നാൽ ഇന്നുവരെയും അന്വേഷണം നടത്തിയിട്ടില്ല. ആ സ്ഥാപനത്തിന്റെ ആളുകൾ അവിടെ നവോത്ഥാനമുണ്ടാക്കിയവരാണെന്ന പ്രചരണം നടത്തി. നിങ്ങൾ നോക്കൂ, ആദ്യം അവരും പുത്തൻ പ്രസ്ഥാനക്കാർ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ABCD പഠിപ്പിച്ചതിന്റെ പേരിൽ അവർ പാരമ്പര്യ വിശ്വാസികളെ രണ്ടാം തര പൗരന്മാരായി ചിത്രീകരിക്കുകയും മാത്രമല്ല അരീക്കോട്ട മുജാഹിദാണ് ഈ ഓറിയന്റൽ സ്ഥാപനങ്ങൾ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന NV ഇബ്രാഹിം മാസ്റ്ററാണ് ആദ്യമായി മലയാളത്തിൽ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് ലേഖനം എഴുതിയത്. അവർ ഔദ്യോഗിക പത്രത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുകയും പാരമ്പര്യ വിശ്വാസികളെ കുഫിരിയത്തിൽ ആരോപിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രചരണം നടത്തുകയും സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഉദാഹരണങ്ങൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നതിന് വേണ്ടി സുന്നി ആചാര്യന്മാരെയും പണ്ഡിതന്മാരെയും പരിഹസിക്കുന്ന രൂപത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് എന്നും നമ്മെ ക്രൂശിക്കുന്ന ഈ വിഭാഗം ഈ വർഷം നിങ്ങൾ നോക്കൂ, കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കൽ വർദ്ധിപ്പിക്കുകയാണ്. അരീക്കോട് ഈ സ്ഥാപനം നിങ്ങൾ നോക്കൂ, അത് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണ്. നാം നടത്തി വരുന്ന ഈ തഅലീം അടക്കം നൂറുകണക്കിന് സ്ഥാപനങ്ങൾ, അതിലൊരു മെഴുകുതിരി പോലും ഗവൺമെന്റിന്റേതായിട്ടില്ല. അതേ സമയത്ത് കേരള ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒട്ടുമിക്കതും. അപ്പോൾ ഗവൺമെന്റിനൊരു ബാധ്യതയില്ലേ? ഒരു പെൺകുട്ടി മാനസിക പ്രയാസത്തിൽ ആത്മഹത്യ ചെയ്തപ്പോ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കാനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ആ കുട്ടിയുടെ കുടുംബത്തിന് എക്കാലത്തും ക്ഷമിക്കാൻ കഴിയാത്ത രൂപത്തിൽ കണക്കിൽ 1/2 മാർക്ക് പോലും നേടിയില്ല എന്ന ദുരാരോപണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തിനെതിരെ ഒരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SYSന്റെ സോൺ കമ്മിറ്റി, അരീക്കോട് സോൺ കമ്മിറ്റി ഇന്ന് ടൗണിൽ പടുകൂറ്റൻ പ്രതിഷേധ റാലിയും അന്വേഷണം നടത്തണമെന്ന നിലയ്ക്ക് പ്രതിഷേധ കൂട്ടായ്മയും നടത്തി. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യമൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് ഈ കളി നടത്തുന്നത്. അവിടെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കൂ, സമൂഹത്തിലെ താഴേത്തട്ടിലുള്ള കുട്ടികളെ ദത്തെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതിയാണ് നമ്മുടേത്. ബഹുമാനപ്പെട്ട നമുക്കറിയാം, നമ്മുടെ AP ഉസ്താദ് ഖമറുൽ ഉലമ AP ഉസ്താദ് മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന SYS സ്റ്റേറ്റ് കമ്മിറ്റി നേരിട്ട് നടത്തുന്ന കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയ, ആ സ്ഥാപനത്തിൽ 37-36 കൊല്ലം മുമ്പ് ആ സ്ഥാപനം ആരംഭിച്ചത് 25 യതീം കുട്ടികളെ കൊണ്ടാണ്. ആ സ്ഥാപനം ഇന്ന് 22,000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ഏറ്റവും വലിയ ധർമ്മസ്ഥാപനമായി മാറി. നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകൾ മഹാനവറുകൾ ഈ അടുത്ത കാലത്ത് നടത്തി തുടങ്ങിയ മലപ്പുറം മൈദിൻ 13,000-ൽ മീത കുഞ്ഞുങ്ങളാണ് ഇന്ന് ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ നമ്മൾ പോറ്റി വളർത്തുമ്പോൾ അവരെ 2 തരം പൗരന്മാരായി ചിത്രീകരിക്കാതെ ഒരേ തരം പൗരന്മാർ, പാവപ്പെട്ടവരായാലും പണക്കാരായാലും രാജ്യത്തോട് കൂറും ഭക്തിയും ഈ സമുദായത്തോട് പ്രതിബദ്ധതയുമുള്ള സമൂഹമായി വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ നടത്തിവരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ പ്രത്യേകിച്ച് ഈ പ്രദേശം വളരെ പിന്നോക്ക മേഖലയാണ്. ഈ പിന്നോക്ക മേഖലയിൽ നിങ്ങൾക്കറിയാം, വളരെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് ദത്തെടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ രീതിയും എല്ലാ വിഭാഗം മക്കൾക്കും പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതേ സമയത്ത് നവോത്ഥാനത്തിന്റെ മൊത്തക്കുത്തകം അവകാശപ്പെടുന്ന ആളുകളോ അവർ ഒരു നവോത്ഥാനവും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അവസാനം നിങ്ങൾ നോക്കൂ, അവരും നേരത്തെ ഏതൊരു ആശയത്തെ പഠിപ്പിച്ചിരുന്നോ ആ ആശയത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയാതെ ദുഃഖിതരായിക്കൊണ്ടാണ് അതിന്റെ വർദ്ധന്മാരായ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ് കൊട്ടപ്പുറം സംവാദം. ആ കൊട്ടപ്പുറത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടാണ് ഇപ്പൊ പോരുന്നത്. കൊട്ടപ്പുറം സംവാദത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് ഏറ്റുമുട്ടിയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ, അദ്ദേഹം ഈ അടുത്ത ദിവസം മരണപ്പെടുകയുണ്ടായി.
എത്ര അദ്ദേഹത്തിന്റെ മരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തന്റെ 80 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും നീണ്ട കാലത്ത് അയാൾ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനത്തെ വാർത്തെടുക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാനായത് അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ശിർക്കിൽ നിലയുറപ്പിച്ച ജിന്നിനെയും പിശാചിനെയും പൂജിക്കുന്ന ഒരു വിഭാഗം അണികളെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം കണ്ണെടുക്കേണ്ടി വന്നത്. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദ്, നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗ്യം, അവർ ഹിമ്മത്തിന്റെ രഹസ്യം, അവർ പുറകോട്ട് നോക്കുമ്പോഴും ഒരു പ്രതികൂല സാഹചര്യം, ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, പാരമ്പര്യ വിശ്വാസികളായ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഈ സമുദായത്തിന്റെ പഴയകാല നേതാക്കന്മാർ എല്ലാ വിദ്യാഭ്യാസവുമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർ കേരളത്തിൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാരായിരുന്നു. തൊട്ടടുത്ത തിരൂരങ്ങാടി പള്ളിയിലെ മുദർരിസ്, നെല്ലിക്കുത്ത് സ്വദേശിയായ ആലി മുസ്ലിയാർ. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പേരെണ്ണുമ്പോൾ ആലി മുസ്ലിയാരെ പേര് നമുക്ക് എണ്ണാൻ കഴിയുന്നു. അതിനു മുമ്പ് വെളിയങ്കോട് ഖാദിയായിരുന്ന ഉമർ ഖാദിയുടെ പേരെണ്ണാൻ നമുക്ക് കഴിയുന്നു. അതോടൊപ്പം തന്നെ മമ്പറം ഖാദിയായ ഖുത്ബുസ്സമാന്റെ പേരെണ്ണാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പട്ടികയിൽ നമുക്ക് എണ്ണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദീർഘകാല ജനറൽ സെക്രട്ടറിയും ദീർഘകാല പ്രസിഡന്റുമായിരുന്ന പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ പട്ടികയിൽ നമുക്ക് എണ്ണാൻ കഴിയും. അവർക്കൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു മഹല്ലിലെ ഖാദിയായി മുദർരിസായി നിലകൊള്ളുമ്പോൾ തന്നെ സമൂഹത്തിന്റെ നേതൃത്വം നൽകാൻ അവർക്ക് വിദ്യാഭ്യാസമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്ന അറക്കൽ രാജകുടുംബത്തിന്റെ ഉപദേഷ്ടാവായിരുന്നു. അതിന് പ്രധാനമായ കാരണം ഇംഗ്ലീഷ് ഭാഷക്കപ്പുറം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലെ ആശയവിനിമയത്തിനും ലോകരാജ്യങ്ങളുമായുള്ള കത്തിടപാടിനും ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്ന പേർഷ്യൻ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അറക്കൽ രാജകുടുംബത്തിന്റെ ഉപദേഷ്ടാവ്. ഇങ്ങനെ എല്ലാ നിലക്കും കഴിവുള്ള പണ്ഡിതന്മാരിൽ നമ്മുടെ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും അഭിവൃദ്ധിക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമാവുകയുണ്ടായി. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ രാജ്യം നാനാത്വത്തിൽ ഏകത്വം നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നമ്മുടെ പള്ളി മദ്രസകളും ഉണ്ടാക്കുന്നതിന് പകരം അത് സമുദായത്തിന്റെ കഞ്ഞിക്കാശിയിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് ഉണ്ടാക്കാമെന്ന നിലക്ക് ആത്മീയമായി നമ്മെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധ തിരിച്ചപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ അതിശക്തമായ പ്രവർത്തനത്തിന്റെ വഴിയായി നിർവീര്യമാക്കി മാറ്റി നിർത്തപ്പെട്ടിരുന്ന വഹാബി വിഭാഗം അവര് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ശബ്ദം നിയമനിർമ്മാണ സഭകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി വേണമെന്ന നിലക്ക് ഭരണഘടനാ സമിതിയിലെ പ്രധാന അംഗമായിരുന്ന, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട സമിതിയിലെ പ്രധാന അംഗമായിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, 1921 കേരളത്തിൽ മതപരമായി വിള്ളലുണ്ടാക്കിയ പുത്തൻ പ്രസ്ഥാനക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുവഴി സമുദായം പുച്ഛിച്ചു തള്ളിയ വഹാബി പ്രസ്ഥാനം, അതിന്റെ കേരളത്തിലെ നേതാക്കന്മാർ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നല്ല ഒരു ഉദ്ദേശം വെച്ച് രൂപീകരിച്ച മുസ്ലിം പൊളിറ്റിക്കൽ കക്ഷിയുടെ തലപ്പത്ത് കേരളത്തിൽ അവർ വരികയുണ്ടായി. അന്ന് മുതൽ നിങ്ങൾ നോക്കൂ, അവര് അധികാരത്തിൽ എന്നെല്ലാം കയറിയോ അന്നെല്ലാം ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെ നിർവീര്യമാക്കാൻ അവർ ശ്രമിച്ചു. നിങ്ങൾ 1-2 ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്താണ്
മലപ്പുറം ജില്ല അനുവദിക്കപ്പെട്ടത്. അന്ന് മലപ്പുറം ജില്ലയിൽ കേവലം 18 ലക്ഷം മനുഷ്യർ മാത്രമേ ഉള്ളൂ. അതിൽ 10 ലക്ഷം മനുഷ്യരും നിരക്ഷരരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനാണ് അന്നത്തെ ഗവൺമെന്റ് മലപ്പുറം ജില്ല അനുവദിച്ചത്. അന്ന് മുസ്ലിം കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി അതേ ഗവൺമെന്റ് സ്കൂളിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അറബി അധ്യാപകന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി 7 ഓറിയന്റൽ അറബി കോളേജ് കൊടുക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിച്ചു. നിങ്ങൾ നോക്കൂ, അറബി അധ്യാപകന്മാരെ എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടി അവർക്ക് TTC പോലും വേണ്ട എന്നല്ല, 1983 വരെയും അറബി അധ്യാപകന്മാർക്ക് SSLC പോലും എഴുതി പാസ്സാകേണ്ടിയിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, TTC വേണ്ട, അവർക്ക് B.Ed വേണ്ട. അതുകൊണ്ടാണ് ഭാഷാധ്യാപകന്മാർ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർമാരായി മാറാത്തത്. അവർക്ക് TTCയും B.Edഉം ഇല്ലാത്തത് കൊണ്ടാണ്. അത്രയും ഉദാരവൽക്കരണം ഈ വിഭാഗത്തോട് ചെയ്തു. അപ്പോൾ അറബി അധ്യാപകന്മാരെ കണ്ടെത്താൻ വേണ്ടി SSLC പോലുമില്ലാത്ത അറബി ലാംഗ്വേജ് പഠിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടെത്താൻ കേരള ഗവൺമെന്റ് 7 ഓറിയന്റൽ അറബി കോളേജ് അനുവദിച്ചപ്പോൾ ഈ വഹാബി ലോബി അവിടെ നമ്മൾ ഒന്നുകൂടെ അടിവരയിട്ട് മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഠിനാധ്വാനത്തിലൂടെ പുച്ഛിച്ചു തള്ളിയ, പുറത്താക്കി മാറ്റി നിർത്തിയ പുത്തൻ പ്രസ്ഥാനക്കാർ മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ അധികാര തലപ്പത്ത് വന്നുകൊണ്ട് ഗവൺമെന്റിന്റെ സ്വാധീനമെല്ലാം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി 7 ഓറിയന്റൽ അറബി കോളേജ് നേടിയെടുത്തു. നിങ്ങൾ നോക്കൂ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് സുല്ലമിയാണ്. എന്താണ് ഈ സുല്ലമി എന്ന് പറഞ്ഞാൽ? SSLCക്ക് ശേഷം നമ്മൾ സാധാരണ +1 +2 ഡിഗ്രി 3 വർഷത്തെ 5 വർഷത്തെ ഡിഗ്രി കോഴ്സ്, ഡിഗ്രി ഫൈനൽ വരെ പഠിക്കാൻ വരുന്ന 5 വർഷത്തെ കോഴ്സ്. ഈ കോഴ്സിന് തത്തുല്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അനുവദിച്ച അറബി ഭാഷാ കോഴ്സ്, എൻട്രൻസും പ്രിലിമിനറിയും അഫ്ദലുൽ ഉലമയും ഈ 5 കൊല്ലത്തെ ഭാഷാ പഠനം നടത്തി ശമ്പളം കൊടുത്തത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് ശമ്പളം കൊണ്ട് പഠിപ്പിച്ചത് വഹാബി മതമാണ്. അവരാണ് ഇന്ന് അവരുടെ സുല്ലമിയായി വരുന്നത്. അൻസാരി, നിങ്ങൾ നോക്കൂ, വളവന്നൂർ അൻസാർ അറബി കോളേജ് കൊടുക്കുന്നത് ഗവൺമെന്റാണ്, ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റാണ്, പഠിപ്പിക്കുന്നത് വഹാബി ആശയമാണ്. അങ്ങനെ ലാംഗ്വേജ് പഠിച്ച മൗലവിമാർ അൻസാരി എന്ന പേരിലാണ് നമ്മുടെ സമുദായത്തിന് വിള്ളലുണ്ടാക്കുന്നത്. സലഫി പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ഓറിയന്റൽ അറബി കോളേജാണിത്. അതിൽ നിന്ന് ബിരുദം വാങ്ങി ഭാഷ പഠിച്ച് സലഫിയായി അവരാണ് ഇവിടെ സുന്നത്തി ജമാഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നത്. അങ്ങനെ ആ മേഖല ഇവർ കൈയടക്കി. അതിനോടൊപ്പം നിങ്ങൾ നോക്കൂ, 1960 കേരളത്തിൽ ആദ്യമായി വഖഫ് ബോർഡ് നിലവിൽ വരുന്നത്. ആ വഖഫ് ബോർഡ് നിലവിൽ വന്നിട്ട് നമ്മുടെ സുന്നികൾക്ക് മാത്രമല്ലേ വഖഫ് ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. ആ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാൻ നല്ലൊരു ഉദ്ദേശം വെച്ച് കേരള ഗവൺമെന്റ് നടപ്പാക്കിയ വഖഫ് ബോർഡ് 1960 നിലവിൽ വന്നപ്പോ 1982 E.K. ഹസൻ മുസ്ലിയാർ, നമ്മുടെ സിംഹഗർജനമായിരുന്ന ഈറ്റപ്പിലിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വഫാത്താകുന്നത് 82 അതുവരെയും ഈ വഖഫ് ബോർഡിൽ ഒരു സുന്നിയെ മെമ്പറാക്കിയില്ല. സമസ്തയുടെ 60ാം വാർഷിക സൂവനീർ നിങ്ങൾ വായിച്ചു നോക്കൂ, 3 സ്ഥലത്തെങ്കിലും നിങ്ങൾക്കതിൽ വായിക്കാൻ കഴിയുമെന്ന എന്റെ ഓർമ്മ. സമസ്ത മുശാവറ ഈ നിലപാടിൽ പ്രതിഷേധിക്കുകയും അന്നത്തെ മന്ത്രിമാരെ നേരിട്ട് കണ്ടുകൊണ്ട് വഖഫ് ബോർഡിൽ ഒരു സുന്നി പ്രതിനിധിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് വന്നില്ല. 83 ശേഷം E.K. നായനാർ അധികാരത്തിൽ വന്നപ്പോ വിമത ലീഗിന്റെ പേരിൽ PM അബൂബക്കർ വഖഫ് മന്ത്രിയായ സമയത്താണ് കേരള ചരിത്രത്തിൽ അഹ്ലുസുന്നത്തിന്റെ ഒരു ആള് ഈ വഖഫ് ബോർഡിൽ മെമ്പറായത്. പക്ഷെ എന്ത് കാര്യം, അപ്പോഴേക്ക് നിങ്ങൾ നോക്കൂ, എടവണ്ണപ്പള്ളി നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ വദായി പള്ളി നഷ്ടപ്പെട്ടിരുന്നു, പുളിക്കൽ പള്ളി നഷ്ടപ്പെട്ടിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിന്റെ പരിസരങ്ങൾ മാത്രം എണ്ണിയാൽ 10 ജുമാഅത്ത് പള്ളി നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഞാനിപ്പം വരുന്ന പുളിക്കൽ ടൗണിൽ പ്രസംഗം നടത്തിക്കൊണ്ടാണ് ഞാൻ ഓർക്കുന്നു, മഹാനായ E.K. ഹസൻ മുസ്ലിയാർ പുളിക്കൽ അങ്ങാടിയും നമുക്ക് പള്ളി നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി അവിടെ ഒരു സുന്നികളെ വഅദ് പറയാൻ വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചു. മർഹൂം KP മൊയ്തീൻകുട്ടി മുസ്ലിയാർ ശ്രമഫലമായി, അദ്ദേഹം നാട്ടുകാരനാണ്, അദ്ദേഹത്തിന്റെ ശ്രമഫലമായ ഒരു പരിപാടി മഹാനായ E.K. ഹസൻ മുസ്ലിയാർ
ഫാത്തിഹ ഓതി ആമുഖ പ്രാർത്ഥന പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് കൊണ്ടോട്ടിയിലെ SI നേതൃത്വത്തിൽ രാഷ്ട്രീയക്കാർ സ്വാധീനിച്ചതിന്റെ പേരിൽ പോലീസുകാർ വന്നുകൊണ്ട് ദുആ പൂർത്തിയാക്കാൻ കഴിയാതെ വയല് തുടങ്ങാൻ പറ്റാതെ അഷർ മുസ്ലിയാരെ സ്റ്റേജിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവുകയുണ്ടായി. അന്ന് പകരം കയറി നിൽക്കാൻ പുളിക്കലങ്ങാടിയിൽ ഒരു നുള്ളു ഭൂമി നമുക്കുണ്ടായില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രവർത്തനം തുടങ്ങിയത്. സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 ഏപ്രിൽ മാസം 25 താനൂരിൽ ഒരു സമസ്തയുടെ 25ാം വാർഷിക സമ്മേളനം നടക്കുകയായിരുന്നു. ആ സമ്മേളനത്തിലെ മുഖ്യ പ്രാസംഗികന്മാരായ ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ആ രണ്ട് മഹാന്മാർ പ്രസംഗിച്ചു. സമൂഹത്തിന്റെ നടുക്കഷ്ണങ്ങളാണ് ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാർ സംഘടിതരാകണം. അവര് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുവടിയായി പ്രവർത്തിക്കണം. അതിന് ചെറുപ്പക്കാർ സംഘടിക്കണമെന്ന് അവർ പ്രസംഗിക്കുകയുണ്ടായി. സമ്മേളനം നമ്മളൊക്കെ ഇന്ന് നോക്കൂ, തിരക്കോടുകൂടെ പിരിഞ്ഞു പോകാൻ ധൃതി കൂട്ടുന്നില്ലേ? എന്നാൽ അന്ന് കരണ്ടില്ലാത്ത കാലഘട്ടം. 1954 ഏപ്രിൽ 25 പ്രസംഗം കഴിഞ്ഞ് സദസ്സ് പിരിഞ്ഞുപോയില്ല. അവർ അവിടെ തന്നെയുള്ള ഇസ്ലാഹുൽ ഉലൂം മദ്രസ, ആ മദ്രസന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയിരുന്നു. മഹാനായ പറവണ്ണയുടെയും പതിയുടെയും പ്രസംഗത്തിൽ ആകൃഷ്ടരായി അവർ ചർച്ച നടത്തി. സമസ്തയുടെ ഊന്നുപടിയായും ചെറുപ്പക്കാർ സംഘടിക്കണമെന്നും. അങ്ങനെ രാത്രി 2 മണി, അർദ്ധരാത്രി കഴിഞ്ഞു. രാത്രി 2 മണിക്ക് ശേഷം അവർ തീരുമാനത്തിലെത്തി, സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിക്കണം. അതിന് സമസ്തയുടെ അംഗീകാരം കിട്ടാൻ, രൂപീകരിക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട് ലെറ്റർ കൈമാറാൻ തീരുമാനിച്ചുകൊണ്ട് യോഗം പിരിയുകയുണ്ടായി. എന്നിട്ട് അതേ വർഷം റമദാനിന്റെ 17 ബദർ ദിനത്തിൽ കോഴിക്കോട് അൻസാറുൽ മുസ്ലിമീൻ സംഘം ഓഡിറ്റോറിയത്തിൽ ഈ ചെറുപ്പക്കാർ വീണ്ടും ഒരുമിച്ചുകൂടി. അന്ന് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. ആ സുന്നി യുവജന സംഘത്തിന് ദീർഘകാലം പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാർ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട പൂന്താവൻ അബ്ദുള്ള മുസ്ലിയാർ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട കൂറ്റനാട് KB മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. അങ്ങനെ 1975 ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ വഫാത്താവുകയാണ്. വഫാത്തായപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒന്ന് ഒരു ആത്മീയ മുഖമാണ്, മറ്റൊന്ന് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. അതുകൊണ്ട് ആത്മീയ പ്രഭയുള്ള ഒരാൾ നേതൃസ്ഥാനത്തെത്തണമെന്ന് സമസ്ത തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി 1975 SYSന്റെ പ്രസിഡന്റായി ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ മഹാനായ ബാപ്പ മുസ്ലിയാർ ഒരു ബർക്കത്തിന്റെ പ്രസിഡന്റായി തുടരാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം, നിങ്ങൾ നോക്കൂ, ഇന്ന് പലപ്പോഴും നമ്മൾ യൂണിറ്റ് കമ്മിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കാൻ മൂപ്പർക്കാവതില്ലെങ്കിലും ഒരു ബർക്കത്തിന് വേണ്ടി പ്രസിഡന്റ് ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോ പ്രാദേശികമായി ആരെയെങ്കിലുമൊക്കെ പ്രസിഡന്റാക്കും. എന്നാൽ ആ ആളുകൾ ഏതായാലും ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിലും എന്നെ പ്രസിഡന്റാക്കിയത് ബർക്കത്തിന് വേണ്ടിയല്ലേ, എന്നാൽ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലയ്ക്ക് മരണം വരെ സ്ഥാനത്ത് തുടരും. എന്നാൽ ബാപ്പ മുസ്ലിയാർ ഒരു ബർക്കത്തിന് വേണ്ടി സ്ഥാനം അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ആരെയും നിഷ്ക്രിയരാകാൻ ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു. ബഹുമാനപ്പെട്ട ബാപ്പ മുസ്ലിയാരുടെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ കൈപിടിച്ചു മുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പ മുസ്ലിയാരോട് എന്റെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞ് കൈപിടിച്ചു മുത്തുമ്പോ ആ മുത്തിയാരുടെ കൈ അങ്ങനെ അമർത്തിപ്പിടിച്ച് ബാപ്പ മുസ്ലിയാർ പറയുമായിരുന്നു, മോനെ, ആഖിബത്ത് നന്നായി മരിക്കാൻ ആദത്ത് പോലെ അദ്ദാദ് പതിവാക്കി പോന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ ദ്വാരക്കാൻ ഏൽപ്പിച്ച് നീ അങ്ങനെ ഫ്രീ ആയി നടക്കണ്ട മോനെ, ആഖിബത്ത് നന്നായി മരിക്കാൻ എന്നോട് ദ്വാരിപ്പിക്കുന്നതിന്റെ പുറമെ ആദത്ത് പ്രകാരം അദ്ദാദ് ചെല്ലുക എന്നൊരു പണിയുണ്ട്. കേരളത്തിലെ ആദത്ത് എന്ന് പറഞ്ഞാൽ ഇശാഅ് നിസ്കാരത്തിന് ശേഷം അദ്ദാദ് ചെല്ലുക എന്നാണ്. അങ്ങനെ നടപ്പാക്കിയാൽ ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന് ബാപ്പ മുസ്ലിയാർ ഉപദേശം നൽകാറുണ്ടായിരുന്നു. ആ ബാപ്പ മുസ്ലിയാർ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ട്
കഴിഞ്ഞിട്ട് 6 മാസക്കാലമേ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ളൂ. 6 മാസം കൊണ്ട് അദ്ദേഹം സംഘടനയുടെ പ്രവർത്തന വഴികളെല്ലാം നോക്കിക്കണ്ട ശേഷം അദ്ദേഹം സുപ്രധാനമായ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. എന്റെ വായിച്ച ഓർമ്മ 1976 ആഗസ്റ്റ് മാസം 26-ാം തീയതി ആയിരിക്കും. ആ തീയതി ആ മീറ്റിംഗിൽ വെച്ച് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ പറഞ്ഞു, ഇത് സമൂഹത്തിന്റെ നടുക്കഷ്ണമാണ്, സമസ്തയുടെ ഊന്നുവടിയാണ്, ഇത് ചെറുപ്പക്കാരെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ ഇതിന്റെ സെക്രട്ടറിയായി AP അബൂബക്കർ മുസ്ലിയാരെ പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാരെ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ നോക്കും, നല്ല പേഴ്സണാലിറ്റിയുള്ള, നല്ല വിവരമുള്ള, നല്ല പ്രസംഗത്തിൽ കഴിവുള്ള, വളരെ സുന്ദരന്മാരായ 2 മഹാനേതാക്കന്മാർ, ചെറുപ്പക്കാർ, അവർക്ക് ഈ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ. അന്ന് ഈ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ സെക്രട്ടറിയായ AP ഉസ്താദിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ റിക്കാർഡായി കിട്ടിയത് ഒരു നോട്ട് പുസ്തകമാണ്. ആ നോട്ട് പുസ്തകത്തിൽ വരവ് ചെലവ് കണക്കിന്റെ കണക്ക് 5 ഉറുപ്പിക കമ്മിയാണ്. ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയുകയില്ല. 5 ഉറുപ്പിക കമ്മിയുണ്ട്. പ്രവർത്തന ഫണ്ട് കടമാണ്. ഒരു തക്കാളിപ്പെട്ടി, അന്ന് വലിപ്പുള്ള മേശ പോലുമില്ല, ഈ പഴയ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി തക്കാളിപ്പെട്ടിയും 103 യൂണിറ്റ് കമ്മിറ്റിയും 1954 മുതൽ 1976 വരെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് 103 യൂണിറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ലിസ്റ്റുമായി AP ഉസ്താദും EK ഹസൻ മുസ്ലിയാരും നേതൃത്വം ഏറ്റെടുത്ത ശേഷം അവരാദ്യമായി മംഗലാപുരം മുതൽ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു പര്യടനം നടത്തി. ഇന്നത്തെ മാതിരി കാന്തപുരം വരവായി എന്ന് പറഞ്ഞ് പാട്ടുപാടാനൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. ആ വരവ് കാണാൻ ആയിരങ്ങൾ കാത്തു നിൽക്കാനുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ബസ്സിൽ യാത്ര ചെയ്തു, ട്രെയിൻ മാർഗം യാത്ര ചെയ്തു, എത്തിയിടത്തെത്തി, കണ്ടവരെ കണ്ടു. അവരൊരു മഹത്തായ ആശയം പറഞ്ഞു. എന്താണ് ആശയം? അധികാരത്തിന്റെ ദുസ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവര് സുന്നയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യ വിശ്വാസികൾ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പട്ടണത്തിൽ AP ഉസ്താദ്, നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല ഇത്രയധികം വിജയം കൊടുത്തത് അദ്ദേഹത്തിന്റെ മനസ്സ് സഹിച്ച പീഡനമാണ്. എന്താണ് ആ പീഡനത്തിന്റെ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അന്നൊക്കെ ബസ്സിലാണ് വയലിന് പോവുക. EK ഹസൻ മുസ്ലിയാരുണ്ടാകും മിക്ക ദിവസം ഏതെങ്കിലും ഒരു ബസ്സിൽ, അതുപോലെ AP ഉസ്താദ് ഉണ്ടാകും ഏതെങ്കിലും ഒരു ബസ്സിൽ. അവർക്ക് രാവിലെ ദർസ് നടത്താൻ ദർസ് സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും അവർ കോഴിക്കോട് പാളയം സ്റ്റാൻഡിൽ രാത്രി പാതിരാവിൽ ഒന്നുകിൽ ലോറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ എത്തിപ്പെടും. മിക്ക ദിവസവും അവർ സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പാളയം സ്റ്റാൻഡിലുണ്ടാവും. പാളയം സ്റ്റാൻഡിലുള്ള ഒരു മുസ്ലിമിന് സുബഹി ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ സൗകര്യം മുഹിയുദ്ദീൻ പള്ളിയാണ്. 110 മുമ്പ് കോഴിക്കോട്ടെ പാരമ്പര്യ വിശ്വാസികൾ പുന്നാര നബിയുടെ 13ാമത്തെ പേരക്കിടാവിന്റെ പേരിലുണ്ടാക്കിയ പള്ളി. ആ പള്ളി അധികാര ദുസ്വാധീനത്താൽ പുത്തൻ പ്രസ്ഥാനക്കാർ കൊണ്ടുപോയി. ആ പള്ളിയാണ് സുബഹി നിസ്കരിക്കാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവൻ ഇമാമ നിൽക്കുമ്പോൾ അവരെ തുടർന്ന് നിസ്കരിക്കാൻ AP ഉസ്താദിനാകുമോ EK ഹസൻ മുസ്ലിയാർക്കാകുമോ? അതുകൊണ്ട് അവരെ തുടരാൻ കഴിയുകയില്ല. ഇനി ഈ 2 പണ്ഡിതന്മാരും ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ അവിടുത്തെ ഏതെങ്കിലും പോർട്ടർമാരായ തൊഴിലാളികൾ മൗമൂമായി തുടർന്നാൽ നിങ്ങൾ 2ാമത് ജമാഅത്ത് നടത്തി അല്ലെങ്കിൽ ആദ്യ ജമാഅത്ത് നടത്തി എന്ന് പറഞ്ഞ് പിടിച്ചു തള്ളും. അങ്ങനെ തലപ്പാവിന് തോണ്ടുന്ന, ശരീരത്തിന് ദേഹോപദ്രം വരുത്താൻ ധൈര്യം കാണിച്ചിരുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് വെച്ച് ആ പള്ളിയിൽ വെച്ചൊക്കെ സുബഹി കളാകാതിരിക്കാൻ AP ഉസ്താദും EK ഹസൻ മുസ്ലിയാരും സഹിച്ച ഒരു കഠിനാധ്വാനത്തിന്റെ കഥകളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, AP ഉസ്താദ് ഒരു വാദപ്രതിവാദത്തിന് കരാറ് ഉണ്ടാക്കാൻ വേണ്ടി കുണ്ടുതോട്ടിലേക്ക് ബസ് കയറിയതാണ്. കോഴിക്കോട് നിന്ന് കുണ്ടുതോടെന്ന് പറഞ്ഞാൽ എടവണ്ണ ടൗണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സ്റ്റോപ്പാണ്. അവിടെയാണ് സുന്നി മുജാഹിദുകൾ തമ്മിൽ വാദപ്രതിവാദത്തിന്റെ കരാർ എഴുതുന്നത്. അതിനുവേണ്ടി ബസ് കയറിയതാണ്. പക്ഷേ സ്റ്റേഷൻ തെറ്റി എടവണ്ണ അങ്ങാടിയിലിറങ്ങി. ഉസ്താദിനെ കണ്ടപാട് ആ കാലഘട്ടത്തിലെ വഹാബികൾ നിലക്കാതെ കൂവിയാർത്തു.
അന്ന് എടവണ്ണയിൽ മുസ്ലിയാൽ ബസ്സിറങ്ങിയാൽ അവർ അത് ചെയ്യുമായിരുന്നു. അതൊക്കെ അനുഭവിച്ചവരാണ് ഞങ്ങളെല്ലാം. ഞാൻ എന്റെ പ്രവർത്തന കേന്ദ്രം അരീക്കോടാണ്, എടവണ്ണയാണ്, ഒതായിയാണ്. ആ സ്ഥലമാണ് എന്റെ പ്രവർത്തന കേന്ദ്രം. ഞങ്ങളൊക്കെ ഇത് എത്രയോ വിധേയരായവരാണ്. ഉസ്താദിന് നിലക്കാത്ത കൂവൽ പല ഓട്ടോറിക്ഷകൾക്കും കൈകാട്ടുകയുണ്ടായി. അങ്ങനെ അതുവഴി പോയ ഒരു ഓട്ടോറിക്ഷ നിർത്തി. ആ ഓട്ടോറിക്ഷയിലാണ് കുണ്ടുതോട്ടിലേക്ക് എത്തുന്നത്. ഇങ്ങനെയൊക്കെ സഹിച്ച മനസ്സിന്റെ വേദനയുണ്ട്, മാനസിക പീഡനമുണ്ട്. അതിൽ നിന്നുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പും തീരുമാനവുമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സന്തോഷത്തിന്റെ നിധാനമെന്ന് എന്റെ പ്രവർത്തകന്മാരെ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ നേതാക്കന്മാർ ഈമാനുള്ള ആളുകളെ നേരിട്ട് കണ്ടു, ചെറിയ കളക്ഷൻ എടുത്തു. അങ്ങനെയാണ് 10-15,000 രൂപ ഒരുമിപ്പിച്ച് ഒരു സ്വരൂപിച്ച് കാരന്തൂർ സുന്നി മർക്കസിന് സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ നോക്കൂ, ആ അഡ്വാൻസ് കൊടുത്ത സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തെങ്ങോല മുടഞ്ഞുണ്ടാക്കിയ അതുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ഷെഡ്, ആ ഷെഡിൽ 25 യതീം കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്, മർക്കസ് ചെയ്തത്, SYS ചെയ്തത്. അങ്ങനെ അവിടെ ഒരു ശരീഅത്ത് കോളേജ് നടത്താൻ തീരുമാനിച്ചപ്പോ AP ഉസ്താദിന്റെ ദർസ് അന്നുണ്ട് കാന്തപുരത്ത് തന്നെ. ആ ദർസ് ഇങ്ങോട്ട് മാറ്റിയാൽ ആ കുട്ടികൾക്ക് സൗകര്യപ്പെടുത്താൻ വിശാലമായ കെട്ടിടമെന്ന് മർക്കസ് നഗരിയിലില്ല. അതുകൊണ്ട് താരതമ്യേന അന്ന് ഉസ്താദിന്റെ ദർസിനെ അപേക്ഷിച്ച് കുട്ടികൾ വളരെ കുറവായിരുന്ന പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ ദർസ് അത് മർക്കസ് ക്യാമ്പസിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അതാണ് മർക്കസിലെ ആദ്യത്തെ ശരീഅത്ത് കോളേജ്. ആ സ്ഥാപനമാണെന്ന് പടിയായി വളർന്ന് നിങ്ങൾ നോക്കൂ, ഇന്ന് 22,000-ലേറെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനമായി മാറിയത്. അൽഹംദുലില്ലാഹ്, ഒരു പോലീസ് സ്റ്റേഷന് മൈക്ക പെർമിഷന് പോലും പോകാൻ നമുക്ക് ധൈര്യമില്ലാത്ത അവിടെ നിന്നാണ് നമ്മുടെ നേതൃത്വം രണ്ടാമത് പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് നമ്മുടെ വയലിന് നാമാണ് പെർമിഷൻ എടുക്കുന്നത്. ഒരു MLA ഹോസ്റ്റലിൽ പോയി ഒരു MLAക്ക് ഒരു നിവേദനം കൊടുക്കാൻ വഴിയറിയാതിരുന്നു നമ്മളെങ്കിൽ ഇന്ന് മിനിസ്റ്റർമാർ നമ്മുടെ സമ്മേളനത്തിലേക്ക് നാം നേരിട്ടാണ് ക്ഷണിക്കുന്നത്. മാത്രമല്ല, എത്രയാണ് അള്ളാഹു നമുക്ക് നൽകിയ ജനസമ്പത്ത് എത്രയാണ്. ഞാൻ ഓർക്കുന്നു, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറ മഹാൻ അവറുകൾ വഫാത്തായി വിവരം പിറ്റേന്നത്തെ പത്രത്തിലല്ലേ നമുക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ പത്രം ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ സോഷ്യൽ മീഡിയകളുടെ വിവരം അറിഞ്ഞവരെ അറിയിച്ച് അറിയാത്തവരെ അറിയിച്ച് ഞാൻ ഓർക്കുന്നു, 3-3:30 മണിക്കാണ് ഞാൻ ഞെട്ടിക്കുളത്തിൽ തിരിച്ചു പോരുന്നത്. ആ സമയത്ത് അവിടെ കണ്ട കാഴ്ച, നേവി അക്കാദമിക്ക് വേണ്ടി അക്വയർ ചെയ്ത 300 ഏക്കർ ഭൂമിയുണ്ട് എട്ടിക്കുളത്ത്. 300 ഏക്കർ ഭൂമി, കുന്നിൻ പ്രദേശം. രാത്രി 3 മണിക്ക് ഞാൻ അവിടെ കണ്ട കാഴ്ച, ഒരു ബൈക്ക് പാർക്ക് ചെയ്യാൻ പോലും ഇടമില്ലാതെ വാഹനങ്ങൾ നിരനിരയായി കിടത്തിയിരിക്കുന്നു. എന്റെ വണ്ടി നിർത്തിയ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത് പിറ്റേ വെള്ളിയാഴ്ച രാവിലെ ഞാൻ താജുൽ ഉലമയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ്. എന്റെ വണ്ടി നിർത്തിയിട്ടടുത്ത് നിന്ന് പിന്നെ താജുൽ ഉലമയെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഞാൻ കിലോമീറ്റർ നോക്കുമ്പോ 8 കിലോമീറ്റർ ഇപ്പുറത്താണ് ഞാൻ വാഹനം നിർത്തിയിരുന്നത്. എന്ന് വെച്ചാൽ രാത്രി 3:30 മണിക്ക് എട്ടിക്കുളത്ത് 8 കിലോമീറ്റർ ദൂരം മനുഷ്യഭിത്തിയായി ജനങ്ങൾ ശ്വാസമയക്കാൻ കഴിയാതെ നിന്നു എന്നത് ഈ സംഘശക്തിയുടെ ശക്തിയാണ് തെളിയിക്കുന്നത്. എന്തിനേറെ താജുൽ ഉലമ വഫാത്തായ ശേഷം നമ്മുടെ നേതൃത്വം മലപ്പുറത്ത് ഒരു അനുസ്മരണ സമ്മേളനം നടത്താൻ പറഞ്ഞു താജുൽ ഉലമയുടെ പേരിൽ. നിങ്ങൾ നോക്കൂ, ആ സമ്മേളന സ്വാഗത സംഘം രൂപീകരിച്ചിട്ട് 4 ദിവസം മാത്രമാണ് സമ്മേളനത്തിന് ബാക്കിയുണ്ടായത്. എന്ന് വെച്ചാൽ ആ സമ്മേളനത്തിൽ നമ്മളാരും പ്രചരണത്തിനിറങ്ങിയില്ല. എന്നിട്ട് അവിടെ ജനലക്ഷങ്ങൾ ഒഴുകിയില്ലേ. 5 മണിക്ക് ശേഷമാണ് മറ്റൊരു നഗരി നമ്മൾ കണ്ടെത്തി ജനങ്ങൾക്ക് സൗകര്യപ്പെടുത്തിയത്. നിങ്ങളെല്ലാം മഴ കൊണ്ടില്ലേ, എത്ര റാഹത്തായ നനവ്. അതിന്റെ മുമ്പൊരു കൂട്ടരവിടെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഏഷ്യാനെറ്റിന്റെ വാരാന്ത്യം വായിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കരൻ ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പരിഹസിച്ചിരുന്നു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന
കണ്ടപ്പോൾ മഴക്കാർ സ്വയം ആകാശത്തേക്ക് കയറിപ്പോയി എന്ന്. അന്ന് കയറിപ്പോയ മഴക്കാർ ശുഭ്രവസ്ത്രധാരികളായ നല്ല മനുഷ്യന്മാരായ ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടപ്പോ ഒരു മുന്നറിയിപ്പും തരാതെ അവര് കാറ്റുപോലുമില്ലാതെ ശാന്തമായി പെയ്ത് നമ്മെ തണുപ്പിച്ചു തന്നില്ലേ ആ മഴ. ആ സമ്മേളനം കഴിഞ്ഞ് സ്വാഗത സംഘം പിരിച്ചുവിടാൻ കൂടിയപ്പോ ആ സമ്മേളനത്തിന് നമ്മുടെ പ്രവർത്തകന്മാര് 8 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഞാനിത് പറയുന്നത് ഒരു സമ്മേളനം 3 ദിവസം കൊണ്ട് സംഘടിപ്പിച്ച സമ്മേളനം. ആ സമ്മേളന നഗരിയിലെ ബക്കറ്റ് കലക്ഷൻ മാത്രം 2,80,000 രൂപയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഞാനിതെന്താണ് പറയുന്നത്? അർഹമുർറാഹിമായ കാരുണ്യവാനായ റബ്ബ് ഈ പ്രസ്ഥാനത്തിന് ചെയ്ത നിഅമത്തുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓർക്കുന്നു, എല്ലാ റമദാനിലെയും 2ാമത്തെ വെള്ളിയാഴ്ച SYS സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സാന്ത്വനത്തിനുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ സ്വന്തമായി പള്ളിയുള്ളയിടത്ത് ആ പള്ളിയിലെ പിരിവ് SYSന്റെ സാന്ത്വനം പ്രവർത്തനങ്ങൾക്കാണ്. അത് പള്ളിയില്ലാത്ത സ്ഥലങ്ങളിലോ, നിങ്ങൾ ഏതു പള്ളിയിലാണ് ജുമഅക്ക് പങ്കെടുത്തതെങ്കിൽ നിങ്ങൾ ആദ്യം ജുമഅ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി ആ പള്ളിക്കവാടത്തിലൊരു ബക്കറ്റുമായിട്ട് നിൽക്കണം. ചെറിയ കളക്ഷൻ എടുത്ത് അന്നത്തെ പിരിവ് സ്റ്റേറ്റ് കമ്മിറ്റിക്കാർ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റമദാൻ 2ാമത്തെ വെള്ളിയാഴ്ച 1 യൂണിറ്റ് 3000 ഉറുപ്പിക സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ നൽകണമെന്നാണ് സർക്കുലർ. പിറ്റേന്ന് ശനിയാഴ്ച സോൺ സെക്രട്ടറിമാരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോ 3000 രൂപ വെച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒറ്റ ദിവസത്തെ കളക്ഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് 30 ലക്ഷത്തിലേറെ രൂപ നമ്മുടെ പ്രവർത്തകന്മാർ നൽകിക്കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത കാലത്തായി നമ്മുടെ നേതൃത്വത്തിന്റെ ശ്രമഫലമായി അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തതിന്റെ ഫലമാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ പ്രവർത്തകർ എത്ര സന്നദ്ധ സേവകരായി മാറിയിരിക്കുന്നു. മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ വളണ്ടിയർ പ്രവർത്തനം, മറ്റു സേവനങ്ങളും. എന്നാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നു നോക്കൂ, രാവിലെ 8 മണിയായാൽ പ്രത്യേകം യൂണിഫോം ധരിച്ച് നമ്മുടെ 5 വളണ്ടിയർ അവിടെ സേവന തൽപരരായി നിലയുറപ്പിക്കുകയാണ്. വൈകുന്നേരം 6 മണിവരെ മഞ്ചേരി ആസ്പത്രിയിലെ OPയിൽ 3000 രോഗികൾക്കാണ് ഒരു ദിവസം സീറ്റ് കൊടുക്കുന്നത്. ഇതിൽ മഹാഭൂരിപക്ഷവും സ്വന്തമായി നടക്കാൻ പോലും കഴിയാത്തവരായിരിക്കും. അവരെ കൈപിടിക്കാനും വാർഡിലെത്തിക്കാനും ശുശ്രൂഷിക്കുവാനും 5 വളണ്ടിയർമാർ. വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കതാ മറ്റൊരു 5 വളണ്ടിയർമാരും വന്നു. അവർ സുബഹി നിസ്കാരത്തോടുകൂടിയാണ് പോകുന്നത്. അങ്ങനെ ദിവസം 10 വളണ്ടിയർമാർ സൗജന്യമായി അവിടെ സേവനം ചെയ്യുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ വാഹകരായ ആളുകൾ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് മഞ്ചേരി ചെരണിയിൽ ഒരു ബസ് അപകടമുണ്ടായി. രാത്രി 2 മണിക്ക് പെരുവള്ളൂർ ഹൈസ്കൂളിന്റെ ബസ് മറിഞ്ഞതാണ്. പാവപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ടു. അർദ്ധരാത്രിക്ക് ശേഷമുള്ള അപകടമായതുകൊണ്ട് ആശുപത്രി എത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ടു ആ നാട്ടുകാരും. അപ്പോഴാണ് പിറ്റേ ദിവസം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മെ വിളിക്കുന്നത്. ഇത്തരം അത്യാഹിത ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും സേവനത്തിന് വിളിച്ചാ കിട്ടുന്ന കുറച്ച് വളണ്ടിയേഴ്സ് വേണമെന്ന് ഉടനെ SYS കമ്മിറ്റി എന്തു ചെയ്തു എന്നോ, ടീം 24 എന്ന് പേര് നൽകി 50 വളണ്ടിയർമാർ. അത് ദീർഘകൃത സേന എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്താവുന്ന 50 വളണ്ടിയേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. അവർക്ക് സർക്കാർ വകയും നമ്മൾ ട്രെയിനിങ് എടുത്തിട്ട് ഇപ്പോൾ അവരെ നമ്പർ നമ്മൾ ആസ്പത്രി കൈമാറിയിട്ടുണ്ട്. ഏത് ദുരിതത്തിലും ഏത് അസമയത്തും അവരെ വിളിക്കാവുന്നതാണ്. അങ്ങനെ 350 വളണ്ടിയർമാർ നമ്മൾ മഞ്ചേരി ആസ്പത്രിയിൽ നിർത്തിയിരിക്കുന്നു. അതിന്റെ പുറമെ സാന്ത്വനം മെഡിക്കൽ ഷാപ്പ് മഞ്ചേരി ആസ്പത്രിയുടെ നേരെ മുന്നിൽ. അവിടെ നിങ്ങൾ നോക്കൂ, മരുന്ന് വാങ്ങുന്ന ഏതൊരാൾക്കും 10-20% ഗുരുതരമായ രോഗമുള്ളവർക്കാണ് മരുന്നെങ്കിൽ 40% ഡിസ്കൗണ്ടിൽ മരുന്ന് കൊടുക്കുന്നതിന് പുറമെ ആ 300 സ്ഥിരം നിത്യരോഗികളായ 300 രോഗികൾക്ക് നമ്മൾ 300 കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ 300 ആളുകൾക്കും നമ്മുടെ മെഡിക്കൽ ഷാപ്പ്
സ്റ്റാപ്പിൽ നിത്യവും സൗജന്യമായിട്ട് മരുന്ന് നമ്മൾ വിതരണം ചെയ്യുന്നു. അരീക്കോട് ഗവൺമെന്റ് ആശുപത്രിയിൽ 20 വർഷമായി രാവിലെ രോഗികൾക്കും ഒപ്പം നിൽക്കുന്നവർക്കും കഞ്ഞിയും ഉച്ചക്ക് ചോറും നമ്മൾ നൽകുന്നു. ആംബുലൻസ് സർവീസ് നമ്മൾ നടത്തിക്കൊടുക്കുന്നു. നിങ്ങൾ നോക്കി, ഇങ്ങനെ മിക്ക ഹോസ്പിറ്റൽ നമ്മളെ വളണ്ടിയർ സേന തിരൂരും തിരൂരങ്ങാടിയിലും എല്ലായിടത്തും സജീവമാവുകയാണ്. അപ്പോഴാണ് 2-3 മാസം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സജീവമായ ഒരു ചർച്ച വരുന്നത്. എന്താണ് ചർച്ച എന്നോ? ക്യാൻസർ രോഗം നിങ്ങൾ നോക്കൂ വല്ലാതെ വളരുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എത്രയോ പ്രവർത്തകന്മാർ ക്യാൻസർ രോഗികളായിട്ടുണ്ട്. റഹ്മാന റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. എന്നാൽ കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് ഏക ആശ്രയം തിരുവനന്തപുരം RCC സെന്ററാണ്. അവിടെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹോസ്പിറ്റലിന്റെ മാതിരിയും സൗകര്യമോ അഡ്മിറ്റോ കിട്ടുകയില്ല. അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാൻസർ പേഷ്യന്റ് അവിടെ വന്നുകൊണ്ട് അവർക്ക് അഡ്മിറ്റ് കിട്ടാതെ, അല്ലെങ്കിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്താൽ ഒപ്പം നിൽക്കാനുള്ളവർക്ക് സൗകര്യം കിട്ടാതെ വിഷമിക്കുന്നു. അവർ ദുരിതത്തിലാണ്. ഇതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? സംഘം തീരുമാനിച്ചു, നമ്മൾ നിങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല, അറിയിക്കാൻ പോകുന്നേ ഉള്ളൂ. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരം RCCക്ക് മുന്നിൽ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്, ഏകദേശം 20 സെന്റ് സ്ഥലം 3 കോടി ഉറുപ്പിക നമ്മൾ കൊടുത്തു. കടമല്ല. നിങ്ങൾ 3 കോടി ഉറുപ്പിക നിങ്ങളൊക്കെ റമദാനിൽ അയച്ച കാശില്ലേ, ആ കാശും AP ഉസ്താദിന്റെ കേരള യാത്രയിൽ ബാക്കിയുള്ള കുറച്ച് കാശും ഗൾഫ് സുഹൃത്തുക്കളെ സഹകരണവും നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടാക്കാതെ തന്നെ 3 കോടി ഉറുപ്പിക കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് 20 സെന്റ് സ്ഥലം ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കച്ചവടം ചെയ്തു. പണം കൊടുത്തു. ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിന്റെ പ്ലാൻ പാസ്സായി കിട്ടാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് പാസ്സായി കിട്ടുന്ന മുറക്ക് ഏകദേശം 20 കോടി ഉറുപ്പിക എസ്റ്റിമേറ്റിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അതിന്റെ പണി കഴിയാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇറക്കണം. അത് കഴിഞ്ഞു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് 300 ക്യാൻസർ രോഗികൾക്ക് അത് ഏറ്റവും ആശ്വാസം നൽകുന്ന കേന്ദ്രമായി മാറും. അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. ആസാമിലെയും ഗുജറാത്തിലെയും കാശ്മീരിലെയും മറ്റും വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ കൊച്ചു കേരളത്തിൽ ഈ പ്രസ്ഥാനം നിങ്ങൾ നോക്കൂ, 6 പതിറ്റാണ്ട് കൊണ്ട് ചെയ്ത സേവനം നൂറ്റാണ്ടുകളെ സേവനമാണ്. ഏറ്റവും വലിയ സേവനം അച്ചടക്കമുള്ള പടച്ച റബ്ബിന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന, പാരമ്പര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ലാത്ത വലിയ ഒരു ജനസമൂഹത്തെ ലക്ഷോപലക്ഷം ജനങ്ങളെ ഈ പ്രസ്ഥാനം വാർത്തെടുത്തു. ഈ പ്രസ്ഥാനത്തിൽ അണിനിരുന്നവർക്കും അല്ലാത്തവർക്കും ഈ വിദ്യാഭ്യാസവും നേടാനുള്ള കൂറ്റൻ സ്ഥാപനങ്ങൾ നമ്മൾ സംവിധാനിച്ചു. അതിന്റെ പുറമെ ജീവകാരുണ്യ മേഖലയിൽ ഇത്രയധികം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. 60 പൂർത്തിയായത് നമ്മൾ അറിഞ്ഞില്ല. ഏകദേശം യഥാർത്ഥത്തിൽ 2014 ഏപ്രിൽ മാസം 25-ന് 60 വയസ്സ് ഈ സംഘത്തിന് പൂർത്തിയായി. അപ്പോഴാണ് നമ്മൾ 60ാം വാർഷികത്തിന് പ്രഖ്യാപനം നടത്തിയത്. ഇൻഷാ അല്ലാഹ് ബോർഡ് കണ്ടില്ലേ നിങ്ങൾ? തൈരീമിന്റെ ഭാഗം അതിമനോഹരമായ ബോർഡ് കണ്ടോ? ആ ബോർഡ് എന്തിനാ വെച്ചിരിക്കുന്നത്? നാളെ മുതൽ നിങ്ങളെയൊക്കെ യൂണിറ്റിന്റെ ഓഫീസിന് മുന്നിൽ, നിങ്ങളെ വീടിന് മുന്നിൽ, നിങ്ങളെ ജുമഅത്ത് പള്ളിക്ക് മുന്നിൽ, നിങ്ങളെ മദ്രസയ്ക്ക് മുന്നിൽ ഇതേ രൂപത്തിലുള്ള ഇതേ വലിപ്പത്തിലുള്ള ബോർഡുകൾ തൂങ്ങുന്നതിന് വേണ്ടിയാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നത്. SYS 60ാം വാർഷിക സമ്മേളനം 2015 ഫെബ്രുവരി 27, 28, മാർച്ച് 1-ന് നിങ്ങൾ നോക്കൂ, വേറെ ഒരു സംഘടന അവർ രൂപീകരിച്ച് 20 വയസ്സാകുമ്പോഴേക്ക് അകാല വൃദ്ധം നിങ്ങൾ നോക്കൂ, അകാല വാർദ്ധക്യം ബാധിക്കുകയുണ്ടായി. അതിനും വേണം ഒരു ദുര്യോഗം. നിങ്ങൾ നോക്കൂ, 60 കൊല്ലം പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയില്ല. കാരണം എന്തുകൊണ്ട്? അതിന് മൂല്യമില്ലല്ലോ, അതിന് മേറ്ററില്ലല്ലോ, അതിന്റെ ഒരു പരിപാടികളില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് 60 തികഞ്ഞു. അങ്ങനെ അകാല വാർദ്ധക്യം ബാധിച്ച് ചരമമടിഞ്ഞ ഒരു സംഘടന. ആ സംഘടന 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമേ ഉള്ളൂ. ആ 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഖമർ
ഖമറുല്ലുലമയെ തെറി പറഞ്ഞു എന്ന പാരമ്പര്യം മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് നമ്മൾ ഒരാളെയും തെറി പറയില്ല. തെറി പറയുകയില്ല എന്നതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ നമ്മെ സംഘടിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം ഏതായാലും ഞാൻ തുടങ്ങിയില്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് എ.പി. ഉസ്താദിന് വലിയ ബഹുമാനമാണ്, നിങ്ങൾക്കും അങ്ങനെ ബഹുമാനമാണ്. എന്താണ് ഇതിന് കാര്യമെന്നോ? ഒരു നേതാവിനോടുള്ള ബഹുമാനം തോന്നുന്നത് അദ്ദേഹവുമായി നമ്മൾ സംവദിക്കുമ്പോൾ, അദ്ദേഹം ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ, അദ്ദേഹം നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. 1983 എ.പി. ഉസ്താദുള്ള ഒരു സദസ്സിൽ ഞാൻ ആദ്യമായി പ്രസംഗിച്ചത്. അത് തന്നെ ഞാൻ സദസ്സിൽ ഒരു പേപ്പർ വിരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്ത് കരിപ്പോള് ഒരു പള്ളി ഉദ്ഘാടനം ഉസ്താദ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോ അത് കാണാൻ വേണ്ടി പോയതാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞൊരു പേപ്പർ വിരിച്ച് ഞാനൊരു മണ്ണിലിങ്ങനെ ഇരിക്കുമ്പോ സ്റ്റേജിൽ ഇന്നത്തെ മാതിരി ആളുകൾ കുറവാണ്. ഉസ്താദും വേറെ ഒരു മുസ്ലിയാരുമുള്ളൂ. ഉസ്താദ് എന്നെ വല്ല മാടി വിളിച്ചു, എന്നോട് പറഞ്ഞു ഇവിടെ വേറെ ആരുമില്ല, കുറച്ചൊന്നങ്ങ് പ്രസംഗിക്കുകയെന്ന് പറഞ്ഞു. അതാണ് എന്റെ ജീവിതത്തിലെ എ.പി. ഉസ്താദിന്റെ വേദിയിലുള്ള ഒരു പൊതുസമ്മേളനത്തിലെ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ശേഷം പ്രാസംഗികന്മാരെ മാത്രം എ.പി. ഉസ്താദ് ഒരിക്കൽ കോഴിക്കോട് തന്റെ ഓഫീസിലേക്ക് വിളിച്ചു കൂട്ടുകയുണ്ടായി. അവിടെ നിന്ന് ചെറിയ ഒരു നസീയത്തുണ്ട്. ആ നസീയത്ത് കഴിഞ്ഞ് പോരുമ്പോ ഞങ്ങളോട് ചെറിയ ഉപദേശമുണ്ട്. ആ ഉപദേശം എന്താണ്? അങ്ങനെ നിങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോ നമ്മുടെ പ്രവർത്തകന്മാരും നിങ്ങൾക്കൊരു കവറ് തരാനിടയുണ്ട്, എന്തെങ്കിലും ഒരു ചായ പൈസ. ആ കവറ് കിട്ടിയാൽ അതിൽ എത്രയുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി അത് നിങ്ങൾ തുറന്നു നോക്കരുത്. അങ്ങനെ തുറന്നു നോക്കിയാൽ അള്ളാഹു നിങ്ങളെ ബർക്കത്ത് ഊരിക്കളയും, നിങ്ങളെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത എടുത്തുകളയും. അതുകൊണ്ട് സംഖ്യ എത്രയുണ്ടെന്നറിയാൻ വേണ്ടി അത് നിങ്ങൾ തുറന്നു നോക്കരുത്. അതിലുള്ള മനഃശാസ്ത്രം നിങ്ങൾക്കറിയാലോ സഹോദരന്മാരെ, ഞാനത് വിശദീകരിക്കുന്നില്ല. ആ ഉപദേശമാണ് എനിക്ക് എ.പി. ഉസ്താദിന്റെ ആദ്യത്തെ മനസ്സിൽ തട്ടുന്ന ഒരു ഉപദേശമായി തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപദേശിക്കുന്നത്? ഇന്ന് നിങ്ങൾ നോക്കൂ, വയറ് ഏൽക്കുന്ന ആൾക്കാരുടെ ഡിമാൻഡ് എന്താണ്? എന്റെ കൂറ്റം വിഗ്രഹം വെക്കണം, ഞാൻ പ്രസംഗിക്കണമെങ്കിൽ എന്റെ വിഗ്രഹം വെച്ച ഫ്ലക്സ് ബോർഡ് വേണം, എന്നിട്ട് അതിന്റെ കോപ്പി എനിക്കൊന്ന് കാണിച്ചു തരണം, എന്റെ ചുളിഞ്ഞ മോന്ത എങ്ങനെ ഉണ്ടെന്ന് അറിയണം, അത് കണ്ടെങ്കിലേ എനിക്ക് പ്രസംഗിക്കാൻ വരാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച ഇടത്തിന് എനിക്ക് 45,000 കിട്ടിയത്, അതുകൊണ്ട് ഒത്തിരി കൂട്ടിത്തരണം. അങ്ങനെ 50,000 മാർക്കറ്റ് റേറ്റിൽ പ്രസംഗമേറ്റിട്ട് 2015 റിലീസാകാൻ പോകുന്ന സിനിമ പാട്ട് പാടിയിട്ട് അതിമനോഹരമായ വയവ്. നിങ്ങൾ നോക്കൂ, അതിനേക്കാൾ തോന്നിയാസം കേൾക്കണോ? നിങ്ങൾ നോക്കൂ, ഇപ്പൊ പരലോകത്തെപ്പറ്റി ഇവന്മാരുടെ ഈ വിദ്വാൻമാരെ ഒരു CD ഇറങ്ങിയിട്ടുണ്ട്. വിഷയം പരലോകമാണ്, 2ാം ലോകമാണ്. ആ CD-ക്കിടയിൽ നിങ്ങൾ നോക്കൂ, ഇവർ പെണ്ണുങ്ങളെ അയിഞ്ഞാട്ടമാണ് പറയുന്നതെങ്കിൽ അയിഞ്ഞാട്ടത്തെ ഇവർ വിമർശിക്കുകയാണ്. അത് പറയുമ്പോൾ ഇതാ ക്ലിപ്പ് വരുന്നു, പെണ്ണുങ്ങൾ അയിഞ്ഞാടുന്ന ക്ലിപ്പ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എന്താണ് ഈ ദീന് കൊണ്ട് ഈ ആഹ്വാന്മാർ ചെയ്യുന്നത്? ഒരു വാദ് പറയുമ്പം വ്യഭിചരിക്കരുതേ എന്ന് പറയുമ്പം ഒരു വ്യഭിചാരി പെണ്ണിനെ കാണിക്കുക, അതുപോലെ ടെലിവിഷനിലെ ഓരോ അവതാരങ്ങളെ പറ്റി പരിചയപ്പെടുത്തുമ്പം അവരെ മുഖം കാണിക്കുക, എന്നിട്ട് CD വിൽക്കുക. ഈ രൂപത്തിൽ വീട്ടിന്റെ ഉള്ളിൽ പോലും സിനിമാ ഗാനങ്ങളും സിനിമാ ഫോട്ടോകളും പ്രദർശിപ്പിക്കുകയും ഇവരൊരു പ്രഭാഷണം നടത്തി അവരെ കൂറ്റം വിഗ്രഹം പിന്നെ മാസങ്ങളോളം കാക്കയും കഴുകയും കാഷ്ടിച്ച് അരപ്പാക്കുന്ന രൂപത്തിൽ റോഡ് സൈഡിൽ കിടത്തുക. ഇങ്ങനെയൊക്കെ മാർക്കറ്റ് അടിസ്ഥാനത്തിൽ വയത് പറയുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നമ്മോട് നൽകുന്ന ഉപദേശം. നിങ്ങൾ വയത് പറയാൻ പോയാൽ എവിടുന്നെങ്കിലും ഒരു കവർ കിട്ടിയാൽ അതിലെന്തുണ്ടെന്നറിയുന്നതിന് വേണ്ടി തുറന്നു നോക്കരുത്. പിന്നീട് ഒരിക്കൽ ഞങ്ങൾ സ്ഥാപന ഭാരവാഹികളെ മാത്രം ഒരിക്കൽ വിളിച്ചുകൂട്ടി. നിങ്ങൾ അറിയണം, ബഹുമാനപ്പെട്ട ഭൂരകം അബ്ദുറഹ്മാൻ സഖാഫി SYS എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി ജനറലാണ്. അദ്ദേഹം നേരിട്ട് നടത്തുന്ന ഈ സ്ഥാപനം നിങ്ങൾ ആരെങ്കിലും വിചാരിക്കണ്ട ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ അദ്ദേഹം ലാഭമെടുക്കുമെന്ന്. അദ്ദേഹം എന്നെപ്പോലെയല്ല, ഖമറുൽ-ഉലമയുടെ ശിഷ്യനാണ്. അതേ സമയത്ത് ആ ശിഷ്യനും ഞങ്ങൾക്കുമൊക്കെ ഖമറുൽ-ഉലമ നൽകുന്ന നിർദ്ദേശമുണ്ട്. നിങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ കയ്യിൽ കിട്ടുന്ന കാശ് അതിലൊരു നയാ പൈസ
കമ്മീഷൻ വ്യവസ്ഥയിൽ നിങ്ങൾ എടുത്തു പോകരുത്. എന്നിട്ട് അവിടുന്ന് ഒരു ഉപദേശമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് ഹയാത്താക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചുകൊള്ളും. ഈ നിലക്കുള്ള ഉപദേശം നൽകുന്ന ഒരു നേതാവ്, അദ്ദേഹം നമ്മെ നിയന്ത്രിക്കുന്നത് നമുക്ക് സ്വർഗം വാങ്ങിത്തരാനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കും, ആരൊക്കെയോ ഉസ്താദിനോട് പറഞ്ഞു, വടശ്ശേരി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേയാളെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഈ തങ്ങളെ പറഞ്ഞു എന്നൊക്കെ ആരൊക്കെയോ എന്നെ പറ്റിയൊക്കെ. അത് ഉറപ്പല്ലേ, കളവായിരിക്കുമല്ലോ. ഞാൻ അങ്ങനെ ആരെ പറ്റി ഒന്നും പറയാറില്ല എന്ന് നിങ്ങൾക്കറിയുന്നതാണ്. പിന്നെ ചില നിർബന്ധ സാഹചര്യത്തിൽ ചില പരിചയപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ കൽപ്പിച്ചുകൂട്ടി ഒന്നും പറയാത്ത ആളാണ് ഞാൻ. എന്നാൽ ഒരു ദിവസം AP ഉസ്താദ് എനിക്കൊരു ഫോൺ, ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ആയിട്ടുണ്ടാവും, കാത് ചൂടെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഒന്നും പറയില്ല, മതി, ഉപദേശം മതി എന്നുള്ള നിലക്ക്. കാരണം എന്താ പറയുന്നത്, തങ്ങന്മാരെ പറയരുത്, ആനിമീങ്ങളെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ശ്രദ്ധിക്കാന്ന് പറയുമ്പോ അവസാനം എന്നോട് ഉപദേശിക്കുന്നത്, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, നിങ്ങളെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോ ആ മുന്നിൽ കൂടി ചിരിക്കണ കുറച്ചാൾക്കാര്, അവര് മാത്രമല്ല ആ പ്രസംഗം കേൾക്കുന്നത്, വളരെ ദൂരെ നിന്ന് ആളുകൾ പ്രസംഗം കേൾക്കുന്നുണ്ട്. അവര് ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ ആയിരിക്കും നിങ്ങൾ പരാമർശിക്കുന്നത്. അത് ഇഷ്ടപ്പെടാത്ത അകന്നു നിൽക്കുന്ന ഓഡിയൻസ് അവരെ ആളെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആനിമീങ്ങളെ മൊത്തം അവർ ചീത്ത പറയും. ആനിമീങ്ങളെ മൊത്തം ചീത്ത പറഞ്ഞാൽ അതിന്റെ ളമീർ പുന്നാര റസൂലിൽ പോയി മുട്ടും. അതുകൊണ്ട് അവരെ ആഖിബത്ത് മോശമായി പോകും. നമ്മളെ പ്രസംഗം കൊണ്ട് സാധുവിന്റെയും ആഖിബത്ത് മോശമായി പോകാൻ പാടില്ല. അതുപോലെ നമ്മൾ പ്രാസംഗികന്മാരും ഒരാളോട് പൊരുത്തപ്പെടിക്കേണ്ട ഒരു വാക്ക് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മുന്നിൽ പിന്നെ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ അവൻ പൊരുത്തപ്പെടണ്ടേ. അതുകൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യം വരുന്ന വാക്ക് പ്രസംഗത്തിൽ വന്നു പോകാതിരിക്കാനാണ് ഞാൻ നിങ്ങളോടിങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് അദ്ദേഹം പറയണമെങ്കിൽ ആ കാരുണ്യവാനായ നേതാവിന്റെ കൽബിൽ നമ്മോടുള്ള സ്നേഹം എത്രയാണ്, നമ്മുടെ ആഖിബത്ത് രക്ഷപ്പെടാൻ, നന്നാകാൻ എത്രയുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് ഈ ഉലകം ചുറ്റുന്നത് ക്ഷീണം പ്രശ്നമാക്കാതെ, വേദന പ്രശ്നമാക്കാതെ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ AP ഉസ്താദിന് ഈ ഓട്ടം കൊണ്ട് ക്ഷീണമില്ല എന്ന്? നമ്മളെപ്പോലെ അദ്ദേഹവും മനുഷ്യനാണ്. മനുഷ്യ സാഹചര്യമുള്ള മനുഷ്യ സഹജമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനുമുണ്ട്. ഞാൻ ഒരിക്കൽ രാത്രി AP ഉസ്താദിന് ഫോൺ ചെയ്തു, അത്യാവശ്യം കാണേണ്ട ഒരു വിഷയത്തിന്. എനിക്ക് സമയം തന്നു 10 മണി. അത് നോക്കുമ്പോൾ ഡൽഹിയിലാണ്. ഞാൻ രാവിലെ വിളിക്കുമ്പോ ഞാൻ ഡൽഹിയിലുണ്ട്, വൈകുന്നേരം ഞാൻ നാട്ടിലെത്തും, 10 മണിക്ക് മർക്കസിൽ വന്നാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ എത്തിയപ്പോൾ 10:30 മണിയായി. അവിടുത്തെ കുട്ടികൾ പറഞ്ഞു ഉറങ്ങി എന്ന്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ അരമണിക്കൂർ വൈകി എന്ന് തെറ്റാണ്, ഇനി ഞാൻ പുലരുന്നത് വരെ നിൽക്കാൻ എനിക്ക് പറ്റൂലല്ലോ, ഒന്ന് നീ പോയി നോക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടി പോയി. അല്പം കഴിഞ്ഞ് വിളിക്കുന്നു, ഉസ്താദ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന്. ആ കുട്ടി എന്നോട് പറഞ്ഞു ഉറങ്ങാൻ കിടന്നു എന്നാണല്ലോ. ഉസ്താദിന്റെ സ്വകാര്യ റൂമിൽ ഞാൻ ചെന്നപ്പോൾ കൊതുകിന്റെ വല കെട്ടി അതിന്റെ ഉള്ളിൽ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുകയാണ്, 2 കാലും തൂക്കി വെച്ചിരിക്കുന്നു. ഞാൻ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വട്ടപാത്രം, അതിൽ ചൂടുള്ള വെള്ളം, ഉപ്പ് കലക്കിയ വെള്ളം, അത് പാർന്ന് അതിൽ കാലിങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഈ കുട്ടി വിചാരിക്കുന്നത്? ഉസ്താദ് ഉറങ്ങി എന്നാണ്. പക്ഷേ ഉറക്കം വരാതെ ചൂടുവെള്ളത്തിൽ കാലുമുക്കിയിരിക്കുന്ന ഉസ്താദിനെ ഞാൻ കണ്ടു. അങ്ങനത്തെ ഒരു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖമറുൽ ഉലമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് കണ്ടു. എന്നോട് വിശദീകരിച്ചു. ഇപ്പൊ പരീക്ഷയായി, ബുഖാരി എവിടെ എത്തിയിട്ടില്ല, ഇപ്പൊ നിരന്തരം യാത്രയും കാര്യങ്ങളൊക്കെ ക്ഷീണായി. അപ്പൊ നാളെ സെബക്കിന് കുത്തിർക്കാൻ കഴിയൂലേ എന്നൊരു പേടി. മുട്ടിലും മടക്കിലും മടമ്പിലും എല്ലായിടത്തും നീര്. അപ്പൊ കുറച്ച് നീര് പോകാൻ നല്ലതാണെന്ന നിരക്ക് വെള്ളത്തിൽ കാലിറക്കി വെച്ചിരിക്കുകയാണ് എന്ന്. അപ്പൊ പാതിരാവിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പകൽ മൊത്തം ഓടിയ വേദന തീർക്കാൻ വേണ്ടി ഉറക്കമൊഴിക്കുന്ന AP ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആ ഓട്ടത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. അവർക്ക് അന്നം കണ്ടെത്താനുള്ള ഓട്ടമാണ്. അതിനോടൊപ്പം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അവർക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള ഉപദേശം, അതിനുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ആലസ്യങ്ങളും
ക്ഷീണവും അദ്ദേഹം മറന്നുപോകുന്നു. നിങ്ങൾ അവിടുത്തെ ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി നന്നായി ദുആ ചെയ്യണം. എനിക്കെന്റെ SSFന്റെ SYSന്റെ ഈ ചെറുപ്പക്കാരായ മക്കൾ, എന്റെ പ്രവർത്തകന്മാർ, അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നേതാക്കന്മാര് നമ്മുടെ മാതൃകാ പുരുഷരാണ്. അവരെ വാക്കും പ്രവൃത്തിയുമായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ വന്നിരുന്നു. അള്ളാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്കവിടെ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ അവസരം കിട്ടി. അതിന്റെ കൃത്യം 1 വർഷം മുമ്പ് ദുബൈയിൽ അദ്ദേഹം വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 94. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രായം 95. അന്ന് 1.5 മണിക്കാണ് ഞാനും കുറ്റമ്പാറയും പേരോടും നൂറുൽ ഉലമ സ്റ്റേജിൽ വന്നിറങ്ങുന്നത്. ഞങ്ങൾ ഉറങ്ങാൻ പോയി. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെ ഖാദിമുണ്ട് കരീം കടനാട്. അദ്ദേഹം രാവിലെ നൂറുൽ ഉലമ MA ഉസ്താദിനെ മംഗലാപുരത്തേക്ക് വിമാനം കയറ്റിയിട്ട് എന്റെ റൂമിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഒന്ന് കിടക്കട്ടെ, ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു, 1:30ക്ക് നമ്മൾ സ്റ്റേജ് വിട്ടല്ല, പിന്നെ എന്തുകൊണ്ട് ഉറങ്ങിയില്ല? ഈ കരീമ പറയുകയാണ്, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ അദ്ദേഹത്തിന് നമ്മൾ സ്റ്റേജിൽ വന്നിറങ്ങി, അദ്ദേഹം വുളുവൊക്കെ എടുത്ത് അദ്ദേഹം ഉറങ്ങാൻ 2 മണിക്കാണ് കിടന്നത്. 3:30 മണിക്ക് അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് ഞാൻ എഴുന്നേറ്റു എന്ന്. ഞാൻ ചോദിച്ചു, എന്തിനു നൂറുൽ ഉലമ 3:30 മണിക്ക് കരയുന്നു? അദ്ദേഹം പറഞ്ഞു, അതേ, അതങ്ങനെയാണ്. 3:30 മണിക്ക് എഴുന്നേൽക്കും, പിന്നെ നിസ്കാരമാണ്, പിന്നെ കരച്ചിലാണ്. അത് ഈ പാതിരാക്ക് വൈകി ഉറങ്ങിയിട്ടും അങ്ങനെ ഞാൻ കണ്ടു എന്നോട് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ഞാൻ ഈ അടുത്ത ദിവസം ഞാൻ അവിടെ എത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ 10:30 മണിക്കാണ്. വീട്ടിന്റെ കോലായിൽ കയറി അകത്തേക്ക് വല്ല നോക്കുമ്പോൾ നൂറുൽ ഉലമ നിസ്കരിക്കുകയാണ്. എന്താണാവോ നിസ്കാരം? ഒന്നുകിൽ തസ്ബീഹായിരിക്കാം, അത്രയും ലോങ്ങാണ് അതിന്റെ ഖിയാം റുകൂഉം, അല്ലെങ്കിൽ ദുആയായിരിക്കാം. ഏതായാലും 11 മണിക്ക് സലാം വീട്ടിയപ്പോ ഞാൻ ചെന്ന് സലാം പറഞ്ഞപ്പോ എന്റെ പേര് വിളിച്ചു, എന്റെ നാട് പറഞ്ഞു. സന്തോഷത്തോടുകൂടെ എന്നോടൊപ്പം വരാന്തയിൽ ഇറങ്ങിയിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ ഓർക്കുന്നത്, അവരൊക്കെ 1 മിനിറ്റ് ജനങ്ങൾ ഒഴിഞ്ഞാൽ അവർ റബ്ബുമായി സംവദിക്കുകയാണ്, റബ്ബുമായി മുനാജാത്തിൽ ഏർപ്പെടുകയാണ്. മഹാനായ താജുൽ ഉലമ നിങ്ങൾ നോക്കൂ, വഫാത്ത് വരെയും പാതിരാക്കെഴുന്നേറ്റ് തഹജ്ജുദിന് പുറമെ 11 റക്അത്ത് വിത്ർ നിന്ന് നിസ്കരിക്കുകയുണ്ടായി. ഓ എന്റെ ചെറുപ്പക്കാരെ, നമ്മൾ പ്രകടനം നടത്തുന്നതിന് നമ്മളെ നേതാക്കന്മാർ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും അനുകൂലമാണ്. ഫ്ലക്സ് ബോർഡ് വെക്കുന്നതിന് അവരനുകൂലമാണ്, പ്രകടനം നടത്തുന്നതിന് അവരനുകൂലമാണ്, പൊതുയോഗം നടത്തുന്നവരനുകൂലമാണ്. പക്ഷേ അതിന്റെ പേരിൽ നമ്മളെങ്ങാനും റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, ഇതിന്റെ പേരിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ ഒന്നും പിന്തുണ നമുക്കുണ്ടാവുകയില്ല. ഈ കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. മനുഷ്യൻ അവന്റെ ആത്മീയ പുരോഗതിക്ക് രാത്രി സമയം കൂടുതൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ നാരിയാത്ത് അതിന്റെ 15, 16, 17, 18 ആയത്തുകളൊന്ന് ഓതി നോക്കൂ എന്റെ ചെറുപ്പക്കാരെ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. മുത്തഖീങ്ങൾക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഭാഷ്യമാണ്. മുത്തഖീങ്ങൾക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ത്? അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ. ഓ ചെറുപ്പക്കാരെ, സ്വർഗത്തിലെ റെസിഡൻസ് മേഖല ജന്നാത്തു അദ്നാണ്. ജന്നാത്തു അദ്നിന്റെ പ്രത്യേകത വളഞ്ഞും ചെരിഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ. ആ പുഴയുടെ ഓരോ ടേണിങ്ങുകളിലും ഓരോ ചെരുവിലും അതിവിശാലമായ പൂന്തോപ്പുകൾ. ആ പൂന്തോപ്പുകൾക്ക് ഉള്ളിൽ മനോഹരമായ ഫ്ളാറ്റുകൾ. ആ ഫ്ളാറ്റുകളാണ് സ്വർഗാവകാശികൾക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതാർക്കാണ്? മുത്തഖീങ്ങൾക്കാണ്. എങ്ങനെയുള്ള മുത്തഖിയാണ്? വകാനൂ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി കുറച്ചു മാത്രമേ ഉറങ്ങുകയുള്ളൂ.
രാത്രി ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങിയിട്ട് അവർ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മവാജി, എവിടെയാണോ കടന്നത്, ഒന്നുകിൽ ബെഡിൽ, അല്ലെങ്കിൽ ബെഞ്ചിൽ, അല്ലെങ്കിൽ നിരത്ത്, എവിടെയായാലും അവർ ചാടി എഴുന്നേൽക്കുന്നു. യദൂന റബ്ബഹും ഖൗഫൻ വതമഅ, റബ്ബിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടും നരകത്തെ പേടിച്ചുകൊണ്ടും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്തായ സമയം നോക്കിയവര് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. SYSന്റെ പ്രവർത്തകരെ, SSFന്റെ മക്കളെ, എപ്പോഴാണ് അത്തായ സമയമെന്നറിയോ? സഹാബത്ത് പറയുന്നു, പുന്നാര നബി അത്തായം കഴിച്ചാൽ പിന്നെ സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ 50 ആയത്ത് ഓതാൻ സമയം കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ 10-20 മിനിറ്റാണത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അതുകൊണ്ട് എന്റെ നഫ്സിനോടും നിങ്ങളെ സ്വന്തത്തോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ശാസ്ത്രീയമായി നിയമപരമായി 6 മണിക്കൂറേ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടതുള്ളൂ. അങ്ങനെ വന്നാൽ 10 മണിക്ക് വയറില്ലാത്ത ദിവസം നമുക്ക് 10 മണിക്കുറങ്ങാം. 10 മണിക്കുറങ്ങിയാൽ 11, 12, 1, 2, 3, 4 മണിയാകുമ്പോൾ 6 മണിക്കൂറായി. ഇപ്പം നാളെ സുബഹിന്റെ ബാങ്ക് 4:41 സാധ്യത. 4 മണിക്ക് എഴുന്നേറ്റാൽ 41 മിനിറ്റിന് സുബഹി ബാങ്ക് വിളിക്കാറുണ്ട്. ഉടനെ മൂത്രിച്ച് കഴുകി പല്ല് തേച്ച് ഉണ്ടാക്കി ഖിബലക്ക് മുന്നിട്ട് ഒരു 2 റക്അത്ത് തഹജ്ജുദ് പുന്നാര നബി നിസ്കരിച്ച മാതിരി നിസ്കരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ രാത്രി 3 ഡിവൈഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ചെറുപ്പക്കാരെ ഞാൻ പറയുന്നു, രാത്രി ഒരു 6 മണിക്കൂർ നിങ്ങൾ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ മുത്തുനബി 2 മണിക്കൂർ ഉറങ്ങും. ആദ്യത്തെ 2 മണിക്കൂർ ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് 2 മണിക്കൂർ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യും. ഇനി 2 മണിക്കൂർ അവശേഷിക്കുന്നു. ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ച രാത്രിയാണെങ്കിൽ ഈ ബാക്കിയുള്ള 2 മണിക്കൂർ തഹജ്ജുദിന്റെ ശേഷമുള്ള സമയം അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരുമായി ബന്ധപ്പെടും. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾക്ക് അഹ്കാമുൻ നിക്കാഹ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയ സമയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പകലാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജുമഅക്ക് പോകുന്നതിന്റെ മുമ്പായിരിക്കണമെന്നും, രാത്രിയാണെങ്കിൽ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന്റെ മുമ്പായിരിക്കണമെന്നും. എന്തുകൊണ്ട് ഭാര്യമാരുമായി എന്തിനാണ് നമ്മൾ ബന്ധപ്പെടുന്നത്? സാലിഹീങ്ങളായ മക്കളുണ്ടാകാൻ വേണ്ടിയാണ്. അതിന് വിത്തറക്കാൻ പറ്റിയ സമയം തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമാണ്. ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ റസൂല് അല്പം ഒന്ന് ഉറങ്ങും. അതിന്റെ ശേഷം സുബഹിന്റെ നേരത്ത് എഴുന്നേൽക്കും. ഭാര്യമാരുമായി ബന്ധപ്പെട്ട രാത്രിയാണെങ്കിൽ കുളിച്ച് നിസ്കാരത്തിന് മുന്നിടും. ബന്ധപ്പെടാത്ത രാത്രിയാണെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉണ്ടാക്കി നിസ്കാരത്തിന് മുന്നിടും. ഇത് ഞാൻ ഒരു വിവരം പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്കോ നിങ്ങൾക്കോ രാത്രി എങ്ങനെ നടപ്പാക്കാൻ ഈ രൂപത്തിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയുകയില്ല. മഹാനായ താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ മഹാന്മാർ നേരം വല്ലാതെ വൈകിയാൽ 3:30 അല്ലെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് പിന്നെ സുബഹി വരെയും ഔറാദിലാണ്. നമുക്ക് റസൂലുള്ളാഹിന്റെയോ റസൂലുള്ളാഹിന്റെ 34ാമത്തെ പേരക്കിടാവായ താജുൽ ഉലമയുടെയോ ആദത്തുകൾ പിൻപറ്റാൻ ഈ വിഷയത്തിൽ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 6 മണിക്കൂർ ഉറങ്ങിയാൽ 4 മണിക്ക് എഴുന്നേൽക്കാലോ. 4 മണിക്ക് എഴുന്നേറ്റാൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കാൻ
ഇനി ഒരു 40 മിനിറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് പല്ല് തേച്ച് ഓതോ ചെയ്ത് 2 റക്അത്ത് തഹജ്ജുദ്, ആ തഹജ്ജുദ് തന്നെ സുന്നത്താക്കപ്പെട്ട തഹജ്ജുദിൽ നിന്ന് 2 റക്അത്ത് റബ്ബിന് നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീർ ചൊല്ലി കൈകെട്ടി വജ്ജഹത്ത് ഓതുക. അറിയണം ചെറുപ്പക്കാരെ, അറിയണം, മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരവും തക്ബീറത്തിൽ ഏറാൻ ചൊല്ലി കൈകെട്ടിയാൽ ആദ്യം ഓതേണ്ടത് വജ്ജഹത്തു ആണ്. അപ്പോൾ വിത്ർ നിസ്കാരത്തിനും തഹജ്ജുദ് നിസ്കാരത്തിനും റവാത്തിബിനും ഒക്കെ വജ്ജഹത്തു ഓതണം. അതുകൊണ്ട് സുന്നത്താക്കപ്പെട്ട തഹജ്ജുദിൽ നിന്ന് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീർ ചൊല്ലി കൈകെട്ടി വജ്ജഹത്തു ഓതി ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. റസൂലുള്ള 5 ജുസ് വരെ ഓതിയിരുന്നേ, അത് ഞാൻ പറയുന്നു പോലുമില്ല. അവിടെ ഒരു ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി വിത്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച് ഇനിയൊരു 10-15 മിനിറ്റ് നേരമുണ്ട്. ആ 10-15 മിനിറ്റിൽ ആ തഹിയ്യാത്തിൽ അതേ ഇരുന്ന ഇരിപ്പിൽ ഒന്നുകിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക, അതല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുക. എന്നിട്ടൊരു ചെറിയ ദുആ, ആ ദുആയിൽ പ്രാമുഖ്യം നൽകേണ്ടത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. കഠിനകഠോരമായ ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചു തരണേ, അതിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുതേ എന്ന ദുആക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അല്ലാഹുവിനോട് ദ്വാരക്കുക. അൽഹംദുലില്ലാഹ്, സുബഹിന്റെ വാങ്ക് കൊടുത്തു. ഉടനെ തന്നെ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചിട്ട് പിന്നെ തൊട്ടടുത്ത പള്ളിയിലേക്ക് സുബഹി ജമാഅത്തിന് പോകുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഇടയിൽ, ഈ സംഘടനാ വർക്കിന്റെ ഇടയിൽ സമയം കണ്ടെത്തണമെന്ന് ഞാൻ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ പ്രവർത്തകരോടും എന്നോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയണില്ല. നിങ്ങൾ 2-3 ദിവസമായി ഇവിടെ ഒരുമിച്ച് കൂടിയവരാൾ. ആരും ഇനി എഴുന്നേൽക്കരുത്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട്, സാധിക്കുന്നവൾ മാത്രം പ്രതികരിച്ചാൽ മതി. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ദുബൈയിൽ വെച്ച് ടെലിഫോണിൽ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയുകയില്ല. 25 വർഷം പൂർത്തിയാക്കിയ ഈ സ്ഥാപനത്തിന് 25ാം വർഷത്തിന്റെ ഒരു ചിഹ്നം വേണം, അതിന്റെ പൂമുഖത്ത് തന്നെ വേണം. അത് ഏകദേശം 6 പതിറ്റാണ്ടുകാലം ഈ പ്രസ്ഥാനത്തെ ധന്യമാക്കിയ താജുൽ ഉലമന്റെ നാമം ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഓർത്തുകൊണ്ടിരിക്കണം. അതിന് താജുൽ ഉലമന്റെ പേരിൽ ഒരു ചെറിയ കെട്ടിടം ഇതിന്റെ മുൻഭാഗത്തുണ്ടാക്കണമെന്നാണ് ഖലീൽ തങ്ങൾ നിർദ്ദേശിച്ചത്. അതിനു മുമ്പ് തന്നെ അതിവിടെ പ്രഖ്യാപിക്കുകയും ഒരു ഫണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, എന്റെ ഈ കൂടിയ പ്രവർത്തകന്മാർ 80% SSFന്റെ മക്കളാണ്. പിന്നെ കുറച്ച് ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളാണ്, കുറച്ച് SYSന്റെ ചെറുപ്പക്കാരാണ്. വലിയ സാമ്പത്തിക കഴിവുള്ളവരാരും തന്നെ ഇല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളാരും കൈ കൊടുത്തിട്ടില്ലല്ലോ, കാല് കൊടുത്തിട്ടില്ലല്ലോ, കണ്ണ് കൊടുത്തിട്ടില്ലല്ലോ ഇസ്ലാമിന് വേണ്ടി. അത് കൊടുത്ത മഹാന്മാരില്ലേ? ആ മഹാന്മാരോടും നിങ്ങളോടും എന്നോടും ഒറ്റ ചോദ്യം, ആയുസ് എന്തിന് ചെലവാക്കി, ആരോഗ്യം എന്തിനുപയോഗിച്ചു, പണം എവിടുന്ന് കിട്ടി, എന്തിനുപയോഗപ്പെടുത്തി എന്ന് ആ ചോദ്യത്തിൽ ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ ഒരു നനവ്, അതിന്റെ ഒരു വെളിച്ചം ഇവരെ ഉണ്ടാക്കുന്നതിലേക്ക് ഞാൻ ഒരു പൈസ കൊടുത്തു എന്ന് പറയാൻ കഴിയണ്ടേ? അതുകൊണ്ട് ഒരു 10 മനുഷ്യന്മാരൊരു 10,000 ഉറുപ്പിക എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ സാധാരണ മഹല്ലത്തിന്റെ വേളകളിൽ അതിലേറെ വലിയ സംഖ്യകളൊക്കെ എഴുതിപ്പിക്കാറുണ്ട്. ഇതൊരു പൊതുസമ്മേളനമാകുമ്പോൾ എന്ത് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊരു പറഞ്ഞിരിക്കുന്നു, ഒരു 10,000 രൂപ തരുന്ന ഒരു 10 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അസ്ഥിവാരം തീർക്കാൻ, ഇത് അല്പം ഉയർന്ന കെട്ടിടം ഇവിടെ ഉണ്ടാക്കണം, വെള്ളം കയറാതിരിക്കാൻ. അപ്പൊ ഒരു 4 പില്ലർ അടി തന്നെ പോകേണ്ടി വരും. എൻ്റെ അഭിപ്രായം ഒരു 40,000 ഒരു പില്ലർ അങ്ങനെ തന്നെ പോകും. അത് പോട്ടെ, അത് അടിയിലെ പൈസക്ക് എന്തായാലും ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു 10,000 ഉറുപ്പിക
ഈ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളോടുള്ള ഓർമ്മയ്ക്ക് വേണ്ടി അതിന്റെ ഒരു സഹായം എന്നുള്ളവർക്ക് ദീനിന് വേണ്ടി താജുൽ ഉലമക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പരപ്പരങ്ങാല കെട്ടിടത്തിൽ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ നമ്മളൊരു ചെറുപ്പക്കാരനോട് ഏറ്റിരിക്കുന്നു. അതാ എന്താ ഉബൈദ് ടെലിഫോൺ നമ്പർ കൊടുക്കണം. അൽഹംദുലില്ലാ ഒന്ന് ആമീൻ പറയണേ. ആ നിൽക്കുന്ന ആൾക്കാരൊന്ന് ആമീൻ പറയണം. കാരണം എന്താ, ഇരിക്കുന്ന ആൾക്കാരെ പറയുന്നതിലേറെ നിങ്ങളുടെ സ്വീകരിക്കുക. കാരണം നിങ്ങൾ നിന്നോരാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകം പുണ്യുണ്ട്. അള്ളാഹുവേ, നീ ആ ഉബൈദ് എന്ന ചെറുപ്പക്കാരന്റെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് ഹലാലായ ഭക്ഷണം കണ്ടെത്തി കൊടുക്കാനുള്ള കഴിവ് നീ അദ്ദേഹത്തിന് നൽകണേ അല്ലാ. ഒരു 10,000 രണ്ടാമതൊരു 10,000 ഉറുപ്പികാരാണ് ഏൽക്കുക. നിങ്ങൾ കുറേശ്ശെ ഗഡുക്കളായി പിന്നെ കൊടുത്താൽ മതി. പണി ഇങ്ങനെ നടക്കട്ടെ. ഒരു 10 ആളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടാമത് ഈ ഇത്രയും വലിയ ജനക്കൂട്ടത്തിൽ ആരെങ്കിലും അബ്ദുൽ ഗഫൂർ പുളിക്കലകത്ത് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ അബ്ദുൽ ഗഫൂറിന് ദീർഘായുസ് കൊടുക്കണേ. ആമീൻ പറയും മക്കളെ, മുത്താലിമീങ്ങൾ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ 100 ഉറുപ്പിക പോലും പറയാൻ കഴിയാത്തവരുണ്ട് റബ്ബേ. ഈ സദസ്സിലുള്ള ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും അല്ലാഹുവേ, ഞങ്ങളെ നാട്ടുകാർക്കും കുടുംബത്തിനും ഞങ്ങളൊരു ബാധ്യതയാകുന്ന രൂപത്തിലുള്ള ഗുരുതരമായ രോഗം നൽകി ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുത് റഹ്മാനേ. ദ്വാരക്കണം, എല്ലാത്തും ദ്വാരക്കണം. അബ്ദുൽ ഗഫൂർ, അല്ലാഹുവേ, നീ രോഗശമനം നൽകണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. 2 ഞാനാ മൂന്നാമത് ബാപ്പ കൊണ്ട് തീർക്കാം. മൂന്നാമതൊരു ചെറുപ്പക്കാരൻ ഒരു 10,000 ഉറുപ്പിക